ഇന്നൊക്കെ ഞാൻ ഹൈദരാബാദ് വന്നിട്ട് ഒരു മാസമായി. ഒറ്റമോളായതുകൊണ്ടും ഇതുവരെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്തതുകൊണ്ടും എനിക്ക് ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ കോളേജ് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും ജോലിക്ക് പോവുകയാണെങ്കിലും വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണമെന്നുള്ളത്. അത് എനിക്ക് എൻ്റെ കംഫർട്ട് സോൺ ബ്രേക്ക് ആക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തത്. അതുകൊണ്ട് തന്നെ കോളേജ് പ്ലേസ്മെൻറ്റിൽ ജോലി കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമല്ലോ എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് മെൻ്റലി ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണേലും വീട്ടിൽ നിന്ന് മാറി നിന്ന് ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ആക്കണം. വീട്ടിൽ നിന്ന് പോരുമ്പോഴും ആ ഒരു വിഷമവും കാര്യങ്ങളോ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് മറ്റേ സാധനം വന്നടിച്ചത്, ഹോം സിക്നെസ് ഇത്ര വലിയൊരു സംഭവമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അന്നായിരുന്നു. സിക്നെസ് അടിച്ച വിഷമമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ വരൂട്ടാണ്. എല്ലാ വീട്ടുകാരെ പോലെയും ആദ്യം അവരൊന്ന് കലിപ്പായി. എന്നിട്ട് പിന്നെ ഒരു കാര്യം അന്വേഷിച്ചു, എന്താണ് എൻ്റെ പ്രശ്നം. ഇവിടെ ബാക്കി ഒരു പ്രശ്നവും ഇല്ല, പ്രശ്നം മൊത്തം എനിക്കും എൻ്റെ ഉള്ളിലാണെന്നും അവർക്ക് മനസ്സിലായപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി. എവിടെ പോയാലും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളൊരു സാധനം. അതുമാത്രമല്ല, എനിക്ക് എൻ്റെ ഉള്ളിൽ അറിയായിരുന്നു ഞാനിപ്പോൾ ഈ സാധനം സർവൈവ് ചെയ്താലേ മുന്നോട്ടുള്ള ലൈഫിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ എങ്ങനെയോ ഞാൻ ആ ഹോം സിക്നെസ്സിനെ തിരിച്ചടിച്ച് എൻ്റെ സർവൈവൽ ഞാൻ മുന്നേ ചെറിയൊരു ഹോം സിക്നെസ്സിൻ്റെ പ്രശ്നം അടിച്ചെങ്കിലും ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. പുതിയൊരു പ്ലേസ്, പുതിയ ആൾക്കാർ, പുതിയ ഫ്രണ്ട്സ്, പുതിയ ലാംഗ്വേജ്, പുതിയ ഫുഡ്, അങ്ങനെ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാം. അങ്ങനെ എൻ്റെ സർവൈവലിൻ്റെയും എക്സ്പീരിയൻസുകളുടെയും ഒരു മാസം തികഞ്ഞു.